ദിസ് ഇസ് സാറ്റർഡേ ഈവനിങ്. ഇന്നൊരു ഈവനിങ് വ്ലോഗ് ആക്കി കളയാമെന്ന് കരുതി. ഇന്ന് ആക്ച്വലി ലോങ് വീഡിയോ എടുക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്ന ദിവസമാണ്. ഒരു 2 ഷോർട്സൊക്കെ ഉച്ചവരെ ഉള്ളതൊക്കെ എടുത്തും വെച്ചിരുന്നു. പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്ക് ലോങ് വീഡിയോ എടുക്കാനായിട്ടൊരു മൂഡ് തോന്നിയിട്ട് ഞാൻ അങ്ങ് വീഡിയോ എടുത്ത് തുടങ്ങി. അപ്പോൾ നമ്മുടെ പഴംപൊരി ശാപമൊക്കെ മാറിയിട്ട് ഞാൻ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങൾ ആ ഏത്തപ്പഴത്തിൻ്റെ ഒരു അവസ്ഥ കണ്ടല്ലോ. ഇത് ഇനിയും ഫ്രിഡ്ജിൽ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആരും കഴിക്കത്തുമില്ല. ഇതിനെ തൊലിയോടെ കണ്ടാൽ തന്നെ ഒരു മനുഷ്യനെടുത്ത് ഇത് കഴിക്കത്തില്ല. അപ്പോൾ ഇന്ന് അതങ്ങ് എടുത്ത് പഴംപൊരി ഉണ്ടാക്കി എല്ലാവരുടെയും വയറ്റിലാക്കാമെന്ന് വിചാരിച്ചു. നാളെ ഇനിയിപ്പോൾ ഏത്തപ്പഴം മേടിപ്പിക്കുകയും ചെയ്യാം. കാരണം പഴംപൊരി തിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ കൊണ്ട് നിർത്താൻ പറ്റില്ല. നന്നായിട്ട് പഴുത്ത് തുടങ്ങിയതുകൊണ്ട് ഞാനിതൊരു 3 പീസസ് ഒന്നും ആക്കുന്നില്ല കേട്ടോ. ഓരോ ബനാനയും ഞാൻ 2 പീസായിട്ട് നടുക്കുന്നൊന്ന് മുറിച്ചിട്ടങ്ങ് എടുക്കുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ ആൾക്കൊരു ബലം ഉണ്ടാവത്തില്ല. മുരിഞ്ഞൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഏത്തപ്പഴം എടുക്കുമ്പോൾ രതീഷ് എണീക്ക് എന്ന് പറയുന്ന സ്ഥിതിയിലേക്ക് ഇതൊരു റാ പോലെ വളഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ 3 കഷ്ണം ആക്കിയില്ല, 2 പീസസേ ആക്കിയുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി കേട്ടോ. നിങ്ങളോടത് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ട് ഞാൻ പറയുകയാണ്. അല്ലാണ്ട് വേറെ ആരുടെ അടുത്ത് പോയി പറയാനാ, അത് മനസ്സിലാവത്തില്ലല്ലോ വേറെ ആർക്കും. ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബ് ഗുരു കളിക്കുന്ന ആൾക്കാരെ പലരെയും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം മുന്നേ യൂട്യൂബിൻ്റെ വക, 2 ദിവസം എല്ലാം തോന്നുന്നു, കുറച്ച് ദിവസമായി, യൂട്യൂബിൻ്റെ വക ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കണ്ടൻറ് ക്രിയേറ്റേഴ്സിന്. സ്റ്റാർട്ടിങ് ഫ്രം May 12th ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് വിൽ ബി ദെയർ ഇൻ യുവർ വീഡിയോ എന്നും പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ ഉള്ളത് നമുക്ക് മിഡ് റോൾ ആഡാണ് ഉള്ളത്. അപ്പോൾ ആഡിൻ്റെ അതായത് ലെങ്ത് അനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് കൂട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. ആൻഡ് നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻറ്റ് കൂടുതൽ വേണമെങ്കിൽ ആ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് നിങ്ങൾക്ക് ഓണാക്കാം. വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഓണാക്കാതിരുന്നാൽ മതി. ഇപ്പോൾ ഉള്ളതുപോലെ തന്നെയുള്ള ആഡ്സേ വരത്തുള്ളൂ. ഇതായിരുന്നു യൂട്യൂബിൻ്റെ ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നത്. ഇത് May 12th തൊട്ടാണ്. നമുക്കിപ്പോൾ വേണമെങ്കിൽ അത് എനേബിൾ കൊടുക്കാം. എനേബിൾ കൊടുത്തു കഴിഞ്ഞാൽ May 12th ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഫീച്ചർ സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോസിലും അത് കിട്ടും. ഇത് മെയിൻലി കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് വരുമാനം കൂട്ടാനായിട്ടുള്ള വഴിയാണ്. ഒത്തിരി വ്യൂവേഴ്സ് ഉള്ളവർക്ക്, സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്കൊക്കെ ഒരുപാട് എമൗണ്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ പറയത്തില്ല, എൻ്റെ ഒരു ലോങ് വീഡിയോയ്ക്ക് എനിക്ക് $1 കിട്ടാറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാം, ഒരു $100 ആക്കി എടുക്കണമെങ്കിൽ ഞാനൊരു 100 ലോങ് വീഡിയോ ചെയ്താലേ എനിക്കൊരു $100 കിട്ടത്തുള്ളൂ. അപ്പോൾ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഇങ്ങനത്തെ ഏർണിങ്സ് കൂട്ടാനായിട്ട് യൂട്യൂബ് ചെയ്യുന്ന പരിപാടിയാണിത്. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഞാൻ അതൊക്കെ കൊടുത്തു, ഞാൻ എനേബിൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന് എങ്ങനെ വരും എന്നുള്ളത് നോക്കിയിട്ട് പിന്നെ ബാക്കി എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഞാനൊരു വീഡിയോ കാണുവാണ്, യൂട്യൂബ് തരുന്ന 8ൻ്റെ പണി. ആ ചേട്ടൻ എന്നിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ എനേബിൾ ചെയ്യരുത്, അത് യൂട്യൂബിൻ്റെ പണിയാണെന്നുള്ള രീതിയിൽ. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിഡ് റോൾ ആഡ്സ്, അതായത് ഇപ്പോൾ ഉള്ളത്, അത് പോകും. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ചെയ്യരുത്. എനിക്ക് ഇന്നലെ രാത്രി ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇതെന്താ ചേട്ടാന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇതിന് ക്ലാരിഫിക്കേഷൻ തരുന്നത്. നിങ്ങൾ ഓട്ടോമാറ്റിക് ആഡ്സിലോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മിഡ് റോൾ ആഡ്സ് നിങ്ങളുടെ ഹീ ഈസ് നോട്ട് അറ്റ് ഓൾ എക്സ്പ്ലെയിനിങ് എന്താണ് ആ മെസ്സേജ് എന്നോ ഇതിൻ്റെ കാര്യം എന്തെന്നോ ഒന്നും പറയുന്നില്ല. ജസ്റ്റ് അത് നിങ്ങൾ ചെയ്യരുത്, ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മിഡ് റോൾ ആഡ്സ് പോകും. ഇത് പറയാൻ തന്നെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് എടുക്കും. സാധാരണ ഞാൻ ഇതൊക്കെ കാണുമ്പോൾ റിയാക്ട് ചെയ്യാണ്ടിരിക്കാറാണ് ചെയ്യുന്നത് മാക്സിമം. പക്ഷേ ആ ചേട്ടനൊരു 18K സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ താഴെ പോയി കമൻ്റ് എടുത്ത് നോക്കിയപ്പോൾ പലരും, ബ്രോ ഇത് കണ്ടപ്പോഴാണ് ഒരു സമാധാനമായത്, ഇതെന്താണെന്ന് അറിയാതെ ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന്. ഈ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അവർ വിശ്വസിക്കുന്നു അത് എനേബിൾ ചെയ്യാൻ പാടില്ല, അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മിഡ് റോൾ ആഡ്സൊക്കെ പോകും, നമുക്ക് വരുമാനം കുറയും എന്നുള്ളത്. ആക്ച്വലി ദാറ്റ് ഈസ് യൂട്യൂബിൻ്റെ 8ൻ്റെ പണിയെന്നല്ല അതിന് പറയേണ്ടത്. യൂട്യൂബ് ഈസ് ഹെൽപ്പിംഗ് ക്രിയേറ്റേഴ്സ്. അപ്പോൾ ഞാൻ ഇതിപ്പോൾ എന്താ ചെയ്യുക, അങ്ങനെ ഞാനൊരു കമൻറ്റ് ഇട്ടു. ആ കമൻറ്റിൽ ഞാൻ വളരെ എക്സ്പ്ലെയിൻ ചെയ്തു, മലയാളത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടു, ചേട്ടാ ഇതെങ്ങനെ യൂട്യൂബിൻ്റെ 8ൻ്റെ പണിയാവും, കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് ഏർണിങ്സ് കൂട്ടാനായിട്ടല്ലേ യൂട്യൂബ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടെ പരസ്യം വരും, പരസ്യം കൂടുതൽ വേണമെന്നുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം, വേണ്ടാന്നുള്ളവർക്ക് അത് എനേബിൾ ചെയ്യാതിരിക്കാം. ഇത് ചെയ്യുന്നത് കൊണ്ടോ, ഈ ഓട്ടോമാറ്റിക് ആഡ് സ്ലോട്ട്സ് ഓൺ ചെയ്യുന്നത് കൊണ്ടോ ഓഫ് ചെയ്യുന്നത് കൊണ്ടോ നമുക്ക് അതായത് കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് നിലവിലുള്ള സെറ്റിങ്സിൽ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ ചേർത്തിരുന്നു, ചേട്ടനെ ഇത്രയും ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമ്പോൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ ട്രസ്റ്റ് വർത്തി ആവണം, ഒതൻറ്റിക് ആയിരിക്കണം. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് അത് ഞാൻ പറഞ്ഞിട്ടില്ല, ഒതൻറ്റിക് ആയിരിക്കണം എന്നേ ഞാൻ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് പുള്ളിക്കാരൻ ഇത് എന്താണെന്നെങ്കിലും ഒന്ന് പോയി നോക്കണമായിരുന്നു പറഞ്ഞ് അവതരിപ്പിക്കുന്നതിന് മുമ്പ്.
ഞാൻ വിചാരിച്ച പോലെ എൻ്റെ കമൻറ്റിന് ഒരു 2 ലൈക്ക് വന്നു. പിന്നെ എനിക്ക് ആ കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്നും വരാണ്ടായപ്പോൾ ഞാൻ ഇന്ന് എടുത്ത് നോക്കിയപ്പം സാർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നും പോയി കമൻറ്റ് ചെയ്തു, കമൻറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞല്ലേ, അല്ല കമൻറ്റ് മുക്കിയല്ലേ ഓൾ ദ ബെസ്റ്റ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ കൂടുതൽ എനിക്ക് അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതിനിപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമായിരുന്നു, എന്താല്ലേ എത്ര പേരാണ് 18K സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുമ്പോൾ അത്രയും പേര് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അത് എനിക്ക് തോന്നുന്നു പൊതുവേ മലയാളി യൂട്യൂബേഴ്സിന് പറ്റുന്നൊരു സംഭവമാണിത്. കാരണം മലയാളത്തിൽ അതറിയാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ന്യൂ യൂട്യൂബ് അപ്ഡേറ്റ് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം എന്ന് സെർച്ച് ചെയ്യും. അപ്പോൾ ഈ ഗുരുക്കന്മാരാണ് വരുന്നത്. എന്തായാലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തു എന്നുള്ള സമാധാനത്തിൽ ഞാനത് വിട്ടു. ഇതാണ് സംഭവിക്കുന്നത്. നമ്മളതിൻ്റെ അകത്ത് പോയി കാര്യം പറഞ്ഞു കഴിഞ്ഞാലും കമൻറ്റ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പിന്നെ വേറെ കാര്യമൊന്നുമില്ലല്ലോ അതിൽ. അപ്പോൾ അതേ ഞാൻ ചായയൊക്കെ ഇട്ട് പഴംപൊരിയൊക്കെ അവിടെ മൂടി വെച്ചത്. പിള്ളേർ 2 പേരും ഇവിടെ ഇല്ല. കുക്കു സാറ് ഊര് ചുറ്റി സിലോപ്പാതയ്ക്ക് തിരിപിടിക്കാൻ പോയൊക്കെയാണ്, കുരിശിൻ്റെ വഴി. അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തും, നമ്മുടെ വീട്ടിലേക്ക്. നിലു അവിടെ ചേളി ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക. അമ്മ പിരിവിന് പോയി. അലന്താണി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം ചായ കുടിക്കാനുള്ള ടൈം ഉണ്ട്, പക്ഷേ ഞാൻ വിചാരിച്ചു എല്ലാവരും വന്നിട്ടൊക്കെ ചായ കുടിക്കാമെന്ന്. അങ്ങനെ ഞാൻ മേലെ വന്ന് നോക്കിയപ്പോൾ ലില്ലിയംച്ചിയുടെ വീടെത്തി. ഇനി അകത്തോട്ട് ഒരു 2-3 വീട് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അപ്പോൾ അലങ്കരിക്കാനുള്ള പൂക്കൾ ഞാൻ ഇവിടെ നിന്നാണ് പിച്ചിയെടുക്കുന്നത്. ഇപ്പോൾ താഴെ പോയേനെ, രണ്ടാമത്തത് വലിച്ചപ്പോഴത്തേക്ക് കൊമ്പ് ഇങ്ങോട്ട് വന്നില്ല. ഞാൻ താഴെ വന്നപ്പോഴത്തേക്ക് കുഞ്ഞമ്മാൻ്റെ വന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിക്ക് ഒത്തിരി നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വീടുകളിൽ കുരിശിൻ്റെ വഴിക്ക് കൂടെ പോകാമെന്നും പറഞ്ഞിട്ട് വന്നിരുന്നതാണ്. ആൻറ്റി അങ്ങനെ ഇരുന്ന് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വിയർക്കുന്നു. അപ്പോൾ ഞാൻ ചായ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു വേണ്ട. ഞാൻ പിന്നെ ഈ ചൂടത്തിന് ഈ പുള്ളിക്കാരത്തി ചായയും കൂടെ കുടിച്ച് വിയർക്കണ്ടെന്ന് കരുതി ഞാൻ പിടിച്ചകത്തിരുത്തി കേട്ടോ, ഫാനൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് ഞാൻ വന്ന് ബൈബിളൊക്കെ ഞാൻ ഇവിടെയാണ് വയ്ക്കുന്നത്. കഴിഞ്ഞ തവണ ഞാൻ ആ ഒരു സൈഡിൽ വെച്ചിട്ട് അവർ പക്ഷേ വീടിനെ ഫേസ് ചെയ്ത് നിന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവർക്കത് നേരെ കാണാനായിട്ട് ഇവിടെയാണ് വെച്ചത്. വീടിനുള്ളിൽ വരത്തില്ല കേട്ടോ. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഓരോ മണിക്കൂർ ഇടവിട്ടുള്ള പണിയാണ്. ഞാൻ ഈ ഒരു കവറ് വാങ്ങിച്ചേ പിന്നെ ഇവിടെ അവൻ സുസു വെച്ചും അമൃതം ഇട്ടുമൊക്കെ പാച്ചസ് പോലെ വീണതുകൊണ്ട് അത് മറഞ്ഞിരിക്കാനായിട്ട് മേടിച്ച കവറാണ്. ഇപ്പോൾ ഞാനിത് അറേഞ്ച് ചെയ്ത് വെക്കുന്ന ഒരു മിനിറ്റ്, കഷ്ടിച്ചൊരു 2 മിനിറ്റ് അതങ്ങനെ തന്നെ നിൽക്കും. 3rd മിനിറ്റിൽ അത് വീണ്ടും ഇതുപോലെ കുളമായി കിടക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുവാണ്. വീട് അങ്ങനെ തൂക്കേണ്ട കാര്യമില്ല കേട്ടോ. വെറുതെ അമ്മ നിന്നാൽ അമ്മ അപ്പോഴേ ചൂലെടുത്ത് ഇങ്ങനെ തൂത്തുകൊണ്ട് പോകും. ഞങ്ങൾ മുമ്പ് ഒരുമിച്ച് താമസിക്കുമ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അതായത് ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ളപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അപ്പൻ എപ്പോഴും പറയുമായിരുന്നു, ഇവൾ ഏത് നേരവും പടം വരച്ചുകൊണ്ടിരിക്കുമെന്ന്. ചൂലിങ്ങനെ കൊണ്ടിങ്ങനെ തൂത്ത് നിൽക്കും. ഞാൻ പിന്നെ കിടന്ന് തുമ്മുന്നതുകൊണ്ടും അമ്മ കുറച്ചും കൂടെ എക്സ്ട്രാ ആയിട്ട് പൊടി തട്ടലും തൂക്കലും ഒക്കെ ചെയ്തോളും. ഇവിടെ 2 പൊടിയല്ലായിരുന്നു, ഇത്തിരി ഉപ്പോര്, ഇത്തിരി അതങ്ങനെയാണ് ഞങ്ങൾ പറയുന്നത്. ഒരു ഇച്ചിരി നനവ് പോലെ ഉണ്ടായിരുന്നു, കടലിൻ്റെതാണ്. അവിടെ ഒന്ന് ക്ലീൻ ചെയ്തു. അങ്ങനെ കുട്ടപ്പനാക്കി സോഫയൊക്കെ. ഇവിടെ ഒതുങ്ങിക്കഴിഞ്ഞാൽ പിന്നത്തെ എൻ്റെ അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിൾ ഒതുക്കലാണ്. ടോയ്സൊക്കെ അവിടെ ഒരു വലിയ TV സ്റ്റാൻഡിൻ്റെ അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഒരു വലിയൊരു ലോണ്ടറി ബാസ്ക്കറ്റ് ഇരിപ്പുണ്ട്. അത് ടോയ് ബാസ്ക്കറ്റാണ് ആക്ച്വലി. അതിൽ പിറക്കി ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ജോലി തീരും. പിന്നെയുള്ളത് ഈ ഡൈനിങ് ടേബിളാണ്. ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോഴോ അല്ലെങ്കിൽ കഴിക്കാനിരിക്കുമ്പോഴൊക്കെ നിലു കയറി ഇതിൻ്റെ മേളിലിരിക്കും. എന്നിട്ട് ഇവിടെ എല്ലാ സാധനങ്ങളും മൊത്തം ഇങ്ങനെ വലിച്ച് നിരത്തിയിട്ടേക്കും. പിന്നെ എൻ്റെ ബാഗ്, അത് ഞാൻ ഇന്നെന്തോ തലവേദനയുടെ ഗുളിക തപ്പിയിട്ട് അതിങ്ങിപ്പുറത്ത് വന്നതാണ്. അങ്ങനെ ഇവിടെയും ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. കുഞ്ഞമ്മേൻ്റെ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്കിപ്പം ഇടയ്ക്ക് ഞാൻ സംസാരിക്കുന്ന പോലെ തോന്നുന്നത് ഞാൻ ആൻറ്റി അടുത്ത് സംസാരിക്കുന്നതാണ്. അപ്പൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാണ്, ബിനു അങ്കിളിൻ്റെ അമ്മ. നമ്മുടെ വീട്ടിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ കുരിശിൻ്റെ വഴി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ആ ഏരിയയിലോട്ടാണ്. അപ്പോൾ അവിടെയുള്ള ആൻറ്റിയുടെ വീടും നെയ്ബറിങ് ആയിട്ടുള്ള വീട്ടിലും ഒക്കെ പോകാനായിട്ട് കൂടെ പോകാമെന്നും കരുതിയിട്ടാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നടക്കാനൊക്കെ ലില്ലിയംചീനെ പോലെ തന്നെ കാലിന് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 2 പേരും നല്ല കൂട്ടുമാണ് കേട്ടോ. അങ്ങനെ അറേഞ്ച് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അടുക്കി പറക്കി വെച്ചു. ഈ ടേബിളിന് മീതെ ഇടുന്ന മാറ്റ് അങ്ങനെ കഴിക്കാനല്ലാതെ അതിവിടെ കിടക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കളർ കോമ്പിനേഷൻ അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ മൊത്തവും ഒരു വുഡൻ ആൻഡ് അങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെയാണ് ഞാൻ ടേബിളിൻ്റെ സെൻറ്ററിൽ, ഈവൻ ആ ടേബിൾ റണ്ണർ പോലും ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ അതെല്ലാം കൊണ്ട് ഫ്രിഡ്ജിൻ്റെ മേളിലാണ് വയ്ക്കുന്നത്. അതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അവിടെ ഒരു കുഞ്ഞ് മഞ്ഞ ലൈറ്റ് മാത്രമേ ഉള്ളൂ ആ സ്റ്റെയർ റൂമിൽ. അതുകൊണ്ട് ഫ്രിഡ്ജ് ഞാൻ എപ്പോഴും കാണിക്കാത്തത് അങ്ങനെ കേട്ടോ. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. അങ്ങനെ വീട്ടിലെ ഒതുക്കിപ്പറക്കലൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തിരി ഞാൻ കത്തിച്ചിട്ടില്ലായിരുന്നു. അകത്ത് വർത്താനം പറഞ്ഞുകൊണ്ട് നിൽപ്പുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ അവർ ആ ഇടയിലോട്ട് കയറേണ്ട 2-3 വീടുകൾ കഴിഞ്ഞിരുന്നു. ഇനി ഇപ്പോൾ ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തിരിയൊക്കെ കൂടെ കത്തിച്ചങ്ങ് വെച്ചു.
കാറ്റത്ത് തിരി കെടാറാണ് പതിവ്. പക്ഷെ എന്താണെന്നറിയത്തില്ല, കുരിശിൻ്റെ വഴി വന്ന് പോകുന്നത് വരെ കാറ്റിന് ചെറിയൊരു ശമനമൊക്കെ ഉണ്ടാവും. അത് തള്ളുന്നതല്ല, അതങ്ങനെയാണ്. ഞങ്ങളുടെ ഇവിടെ പ്രദക്ഷിണമൊക്കെ വരും. കുരിശടികളുടെ പെരുന്നാളിനെ തലേന്ന് പ്രദക്ഷിണം ഉണ്ടാവും. ആ പ്രദക്ഷിണം വരുമ്പോഴും വീടിന് മുന്നിൽ വിളക്കും തിരിയും ഒക്കെ കത്തിച്ച് വയ്ക്കും. എന്ത് കാറ്റെന്ന് പറഞ്ഞാലും ആ കത്തിച്ച് വയ്ക്കുന്ന തിരികൾ പ്രദക്ഷിണം പോകുന്നത് വരെ അങ്ങനെ നിന്നോളും. കുക്കു സാറിന് ഇനി മൺഡേ EVS ആണ് എക്സാം. അപ്പോൾ രാവിലെ EVSൻ്റെ ഒരു 4-5 ക്വസ്റ്റ്യൻ ആൻസറും പിന്നെ കമ്പ്യൂട്ടർ ഫുള്ളും റിവിഷൻ സെഷൻ രാവിലെ മൊത്തം എഴുതി കാണിച്ചു. EVSൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒരു 5 ഉണ്ട്, 5-6 ഉണ്ട് റിവിഷനിൽ. അതിലൊരു 2 പഠിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ മൊത്തം പഠിച്ചതല്ലേ, അവന് ഇരിക്കാൻ വയ്യാഞ്ഞിട്ട് ഞാൻ പിന്നെ ഇങ്ങ് റിലീസ് ചെയ്തു, പോട്ടെ വൈകിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട്. അങ്ങനെ വൈകിട്ട് ഈ ഉർവശി ശാപം ഉപകാരം എന്നൊക്കെ പറയുന്ന പോലെ വൈകിട്ട് പഠിക്കാൻ വിളിച്ചപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറയാൻ കുരിശിൻ്റെ വഴിക്ക് വിളക്ക് പിടിക്കാൻ പോകണം എന്ന്. കുരിശ് പിടിക്കുന്നത് ജോണിയാണ്, അപ്പുറത്തും ഇപ്പുറത്തും വിളക്ക് പിടിക്കുന്നത് സേറയും കുക്കുവാണ്. അങ്ങനെ അവർ ആ ഇടയിലുള്ള വീടുകളൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടന്നു തുടങ്ങി. ഇനി നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പുറത്തെ സൈഡിലുള്ള വീടുകളൊക്കെ കഴിഞ്ഞു. ഇത് ഓരോ BCC യൂണിറ്റാണ് കേട്ടോ, അതായത് കുടുംബ യൂണിറ്റ്. ഒരു കുടുംബ യൂണിറ്റിൽ 10-20 വീടുകളൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ എല്ലാ ദിവസവും എല്ലാ വീടുകളിലും ഇങ്ങനെ പഠിക്കാൻ പറ്റും. എൻ്റെ വീഡിയോയുടെ സ്റ്റാൻഡ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ധനുജാൻ്റെ ചിരിക്കുന്നത്. അങ്ങനെ അതേ നമ്മുടെ വീട്ടിലെത്തി. ഇനി ഒരു കുഞ്ഞ് പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ അടുത്ത വീട്ടിലേക്ക് പോകും. ഇത് പ്രാർത്ഥനയല്ല, കുരിശിൻ്റെ വഴിയാണ്. കുരിശിൻ്റെ വഴി, വേ ഓഫ് ക്രോസ്. അപ്പോൾ അതിലൊരു 14 സ്ഥലങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ആ 14 സ്ഥലങ്ങളിൽ 14 സ്ഥലം ഓരോ വീടായിട്ട് സങ്കല്പിച്ചിട്ടാണ് ഇങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നത്. ഇന്നത്തെ സൺസെറ്റും ക്ലൗഡ് കൊണ്ടുപോയിരിക്കുന്നു, എന്നാലും കാണാം. കാൽവരി മലയിൽ കുരിശിലേറ്റപ്പെടുന്നതിന് മുമ്പ് ഒരു 14 സ്ഥലത്തായിട്ട് ഓരോ ഇവൻറ്റ്സ് ഉണ്ട്. ക്രിസ്തു വീഴുന്നതും പിന്നെ ഉടുപ്പ് കീറി എടുക്കുന്നതും ഒക്കെ. അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ആ സോങ്ങിൻ്റെ ലിറിക്സൊക്കെ. ചായയുടെ കൂടെ എന്തെങ്കിലും മേടിക്കണമെന്ന് ചോദിച്ചിട്ട് അലൻ വിളിച്ചിരുന്നു കേട്ടോ. അതേ എത്തിയെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഗേറ്റ് മുഴുവനായിട്ട് അടയ്ക്കാറുന്നത്. തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ നോക്കിയപ്പോൾ അവിടെ ദേ ഷേളി ചേച്ചിയും നീയയും കൂടെ ഷട്ടിൽ കളിക്കുന്നു. ഇപ്പോൾ താഴെ നിൽക്കുന്ന സാധനം കോർക്കെടുത്തെറിയും. അലൻ വരുന്നു, അവൻ ആ കോർക്കെടുത്തെറിഞ്ഞ് കളഞ്ഞു. ഇങ്ങനെ അലൻ എത്തിയപ്പോൾ ഞാൻ അലൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവിടെ അവരെ ഷട്ടിൽ കളിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ. പിന്നെ കുക്കു സാറും പോയിട്ട് ഇനി തിരിച്ചു വരാൻ ഇത്തിരി കൂടെ സമയമെടുക്കും. ഒരു 2-3 വീടും കൂടെ അപ്പുറത്തേക്കുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായയും പഴംപൊരിയൊക്കെ എടുത്ത് കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ ഇന്നത്തെ ഡിന്നറിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് നടന്നത്. ഭൂരി വേണോ ചപ്പാത്തി വേണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പൂരി മതി. അപ്പോൾ നമുക്ക് ഭൂരിയും പിന്നെ ഞാൻ പേരിടാത്ത ഒരു എക്കറി ഉണ്ടാക്കാം. ദീസ് സ്റ്റൺസ് ആർ പെർഫോംഡ് ബൈ പ്രൊഫഷണൽസ്, ഡു നോട്ട് ഇമിറ്റേറ്റ്. ഇങ്ങനൊന്നും ചാടരുത്, ചിലപ്പോൾ പണി പാളും. എനിക്ക് എത്തത്തില്ല. ഞാൻ സാധാരണ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സ്പാറ്റുള്ള കൊണ്ട് കുത്തി താഴെ ഇട്ടിട്ട് എടുക്കാറാണ് പതിവ്. ഇന്ന് ഒറ്റ ചാട്ടത്തിന് കിട്ടി, എന്താണോ എന്തോ. അപ്പോൾ കുക്കുവിനും നിലുവിനും ഉള്ള പഴംപൊരി ഞാൻ ആ റെഡ് ബോക്സിലാക്കി പൂട്ടി വെച്ചിട്ട് ചായ കുടിച്ച പാത്രവും ചായ കുടിച്ച കപ്പും പഴംപൊരി എടുത്ത പാത്രവും മൂടി വെച്ച പാത്രവും ഒക്കെ കൂടെ അങ്ങോട്ട് കഴുകി മാറ്റുവാണ്. ഇതെല്ലാം കഴുകി ഇവിടെ ഒതുക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. കുക്കു ഇപ്പോൾ ആ തിരിപിടിച്ചൊക്കെ കഴിഞ്ഞിട്ട് കുരിശിൻ്റെ വഴി കഴിയുമ്പോഴത്തേക്ക് വരും. നിലു ഇനി ഇപ്പോഴെങ്ങും വരത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ അമ്മയില്ലെങ്കിൽ ഇപ്പോൾ ഷേളി ചേച്ചി മതി എന്നുള്ള രീതിയാണ്. ഇവിടെ എൻ്റെ അടുത്ത് നിൽക്കും. ഞാൻ ഈ വഴക്കൊക്കെ പറയുന്നതുകൊണ്ടാണ് കേട്ടോ. അമ്മയും ഷേളി ചേച്ചി എന്നൊക്കെ പറഞ്ഞ് അവനോട് ഒരു കാര്യത്തിനും നോ പറയത്തില്ല. അതാണ് അതിൻ്റെ ഗുട്ടൻസ്. അപ്പോൾ ഞാൻ മുട്ടക്കറിയെന്നും ഉള്ളിക്കറിയെന്നും അതിനെ വിളിക്കാൻ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേര് ഇനി ഇടണം. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നൊരു കറിയാണ്. 2-3 സവാള എടുത്തു, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഫ്രിഡ്ജിലായിരുന്നു, അതും പോയി എടുത്തിട്ട് വന്നു. പിന്നെ ഈ ഒരു പാത്രത്തിൽ 3 എഗ്ഗ് ബോയിൽ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഈ പാത്രം ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്, നിങ്ങൾ ആകെ ഇത് എഗ്ഗ് ബോയിൽ ചെയ്യുന്നതിന് മാത്രമേ കണ്ടിട്ടുണ്ടാകത്തുള്ളൂ. അതിനാണ് ഞാനിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. എനിക്ക് 2 കുഞ്ഞു പിടി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ കറിയും തോരനും ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത്ര പോരാ. ഇങ്ങനെ നമ്മൾ ചിക്കുമ്പോഴുണ്ടല്ലോ പുറത്തു പോകും. അപ്പോൾ 3 എഗ്ഗ് ഇട്ടു, കുറച്ച് പരലുപ്പ് ഇട്ടു. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. കുറച്ച് നേരം അവിടെ നിന്ന് തിളച്ച് മുട്ടയൊക്കെ വേവട്ടെ. എന്നിട്ട് ഞാൻ സവാളേൻ്റെയൊക്കെ തൊലിയൊക്കെ പൊളിച്ച് കളയുന്നുണ്ട്. നല്ല ലാഭത്തിന് കിട്ടിയ സവാളയായിരുന്നു കേട്ടോ. ഇനി ഇത് വണ്ടിക്കാരൻ കൊണ്ടുവന്നിട്ട് അമ്മയും ലില്ലിയമ്മച്ചിയും ഒക്കെ മേടിച്ചിരുന്നു.
അങ്ങനെ ഞാൻ ഉള്ളിയൊക്കെ ഉരിച്ച് തീരാറായപ്പോഴത്തേക്ക് ഒരുത്തൻ വന്നേക്കുന്നു, പഴംപൊരി എവിടെയെന്നും ചോദിച്ചിട്ട്. അപ്പോൾ ഞാൻ പഠിക്കാൻ വിളിക്കുമെന്നും പേടിച്ചിട്ടാണ് പെട്ടെന്ന് തിരിഞ്ഞ് ഓടാൻ പോയത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, പഴംപൊരി കഴിച്ചിട്ട് കളിക്കാൻ പോയിക്കോ, എനിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഡിന്നർ ഉണ്ടാക്കേണ്ട പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനിരിക്കാം. പിന്നെ EVS ഒക്കെ ഹിന്ദി മലയാളം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ പുലിയാണ്, കണ്ണെരിയുന്നതിനാണ് കേട്ടോ തിരിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞിറങ്ങി പോടാന്നപ്പോൾ അവൻ പോകുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ഇവിടെ ഇരുന്നാൽ നിനക്ക് ഇനി ഞാൻ ദേ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഇറക്കി വിട്ടു. അലൻ അവിടെ IPL ഒക്കെ വെച്ചിട്ട് കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഫുട്ബോൾ കളിക്കാരനാണല്ലോ, ഇത് കുക്കു സാറ്, അതുകൊണ്ട് ക്രിക്കറ്റ് തീരെ അങ്ങ് താല്പര്യം ഇല്ലാത്ത മട്ട. ഇപ്പോൾ തന്നെ വെളിയിൽ പോവും, അതങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തൊന്നുമില്ല. മറ്റേയാളും പോവും കേട്ടോ, ക്യാരംസ് കളിക്കാനായിട്ട് ടീംസൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് TV ഓഫ് ചെയ്ത് വെളിയിൽ പോവും. അപ്പോൾ ഇതേ അരിയുന്നതിനൊക്കെ മുമ്പേ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ചതിൻ്റെ ഗുട്ടൻസ് നമ്മളിതെല്ലാം കൂടെ ചോപ്പ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് പരിപാടി അങ്ങ് കഴിയുമല്ലോ. ഞാൻ എഗ് കറി ഉണ്ടാക്കാനായിട്ട്, തൽക്കാലം നമുക്ക് എഗ് കറി എന്ന് പറയാം, പേരില്ലാതെ കറി എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. എഗ് കറി ഉണ്ടാക്കാനുള്ള പാത്രം വെച്ച് അതിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് സവാള കുറച്ചായിട്ട് എടുക്കുന്നുള്ളൂ, നന്നായിട്ട് ചോപ്പ് ചെയ്ത് വരാനായിട്ട്. ഞാനൊരു 3 സവാളയോളം എടുത്തിട്ടുണ്ട്, 2 കുഞ്ഞതായിരുന്നു, അപ്പോൾ ഒരു വലുതും കൂടെ എടുത്തു. എന്നിട്ട് അതിങ്ങനെ ഗജയെന്നും പറഞ്ഞിട്ട് ചോപ്പ് ചെയ്തെടുത്തു. ഇതിന് ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്താലേ അത് തുറന്നു വരത്തുള്ളൂ കേട്ടോ. ഞാൻ ചില സമയത്ത് അത് മറന്നു പോകും, ഞാനിട്ട് വലിക്കും. സവാള കുറച്ച് നല്ല രീതിക്ക് ഒന്ന് ബ്രൗണൊക്കെ ആയി തുടങ്ങുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ബാക്കി ഐറ്റംസൊക്കെ ചേർക്കുന്നത്. അതുകൊണ്ട് ആ ചോപ്പ് ചെയ്തെടുത്ത സവാള ഞാൻ അങ്ങനെ തന്നെ എണ്ണയിലേക്ക് ഇട്ടു. തീ ഇത്തിരി കൂട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് മുരിഞ്ഞ് വരാനായിട്ട്. നമ്മളിങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ മുരിഞ്ഞ് വരാൻ കുറച്ചുകൂടെ താമസം എടുക്കും അരിയുന്നതിനേക്കാളും. എനിക്ക് തോന്നുന്നു സവാളയുടെ ജ്യൂസസ് ഒക്കെ ഒത്തിരി വെളിയിലോട്ട് വരുന്നതുകൊണ്ടായിരിക്കും, നല്ല വെള്ളത്തിൻ്റെ അംശം കൂടുതലല്ലേ. അരിഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് കയറി മുരിഞ്ഞ് വരുന്ന പോലെ ചോപ്പ് ചെയ്യുമ്പോൾ വരാറില്ല. അങ്ങനെ എന്തായാലും ഇത്തിരി പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ഓർത്തിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് മുട്ടയുടെ ആ മേലത്തെ പാത്രം ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി, ഇനി തിളച്ചത് വെളിയിൽ പോകും. അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തു. വേവാനുള്ള ടൈം ആയിട്ടില്ല, ഫ്രിഡ്ജിലിരുന്നതും കൂടെ ഇല്ല, അപ്പോൾ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് 1 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യരുത്, ഒരു ചെറിയ ടീസ്പൂൺ മതി. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ നേരത്തെ ഉരിച്ച് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ചതച്ചൊന്നും എടുക്കുന്നില്ല, പകരം ഈ ചെറിയൊരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ മറ്റേ ഈ പറഞ്ഞ യൂട്യൂബ് ഗുരുക്കന്മാർ പേടിപ്പിക്കുന്ന പോലെ വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല. ഇതിൻ്റെ അകത്ത് ഞാൻ കാഷ്നട്ടും തേങ്ങയും കൂടെ അരച്ച് ചേർക്കും, പിന്നെ ഇച്ചിരി കസ്തൂരി മെത്തി ഇടും. അതാണ് സാധാ മുട്ടക്കറിയിൽ നിന്ന് ഇതിന് വരാൻ പോകുന്ന വ്യത്യാസം. ബാക്കി എല്ലാ സ്റ്റെപ്സും നമ്മൾ മുട്ടക്കറി വെക്കുന്നത് കണക്ക് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട്. അത് നല്ലപോലെ വഴന്ന് വരുന്ന സമയത്തിന് നമുക്ക് തക്കാളി ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വെക്കാം. ഇതും കൂടെ ഒന്ന് ഗ്രേറ്റ് അല്ല, ചോപ്പ് ചെയ്ത് വെക്കാം. ഇതും കൂടെ ചോപ്പ് ചെയ്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഈ മുറവും കത്തിയും കോടാലിയൊക്കെ എടുത്ത് മാറ്റാം. ഇനി വേറെ ഒന്നും അരിയാനും പിടിക്കാനൊന്നും ഇല്ലല്ലോ. നല്ലപോലെ ആയോന്ന് നോക്കാനായിട്ട് തുറന്നപ്പോൾ ഒരിത്തിരി അവിടെ താഴെ പോയി. ഇനി ഈ പാത്രങ്ങളങ്ങ് കഴുകി മാറ്റാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ജോലി തീരുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോയി എവിടെയെങ്കിലും ഫാനിട്ടിരിക്കണമെങ്കിൽ ഇത് കഴുകി മാറ്റണം. എൻ്റെ സിങ്കിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, അത് കാണാനൊക്കെ നല്ല ക്യൂട്ടാണ്. പക്ഷേ ഇത് ഈ ഒരു മുറത്തിന് ഇത്തിരി കൂടെ വലിയ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിൽ കഴുകാൻ പാടാണ്. അപ്പോൾ ഒത്തിരി പാത്രങ്ങൾ സിങ്കിലോട്ട് എടുത്ത് വെക്കാനും പറ്റത്തില്ല. ഇവിടെയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെയിൻസ് വീഴും. നമ്മുടെ അത് വാൾപേപ്പർ അല്ലേ, അപ്പോൾ ഈ കറീൻ്റെ അംശമൊക്കെ പറ്റി കഴിഞ്ഞാൽ സ്റ്റെയിൻ ആവും. അതുകൊണ്ടൊക്കെ ഇത്തിരി സ്ഥലത്ത് പെട്ടെന്ന് പാത്രങ്ങൾ കഴുകി അങ്ങ് മാറ്റും. ഇനി ആ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളി ചെറുതായിട്ടൊന്ന് കളറൊക്കെ ചേഞ്ചായി തുടങ്ങണം. ആ ഒരു സമയം കൊണ്ട് നമുക്കതേ പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാം. അമ്മ പൊടിപ്പിച്ച മാവും പിന്നെ മൈദ ഉണ്ടെങ്കിലേ വെളുത്തിരിക്കത്തുള്ളൂ, ഇത്തിരി സൗന്ദര്യമൊക്കെ വരുത്തുള്ളൂ. മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ, മൈദ ഇല്ലാതെ ഗോതമ്പ് വെച്ച് ചെയ്യുന്നത് ആൺപൂരിയാണ് എനിക്ക്. ഇത് ആണെങ്കിലേ സുന്ദരി പൂരികളാവത്തുള്ളൂ. അപ്പോൾ ഇതേ 2 കപ്പ് പൊടിപ്പിച്ച ആട്ടപ്പൊടി, 1 കപ്പ് മൈദ, രണ്ടും കറക്റ്റ് അത് നിറച്ചൊന്നും എടുത്തിട്ടില്ല. കോരാനായിട്ടൊരു കരണ്ടി അത്രയ്ക്ക് കണ്ടാൽ മതി. ആക്ച്വലി അത് മെഷറിങ് സ്പൂണാണ്, പക്ഷേ അതിനനുസരിച്ചൊന്നുമല്ല ഞാൻ മെഷർ ചെയ്തെടുക്കാറുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു വിടും. ഇടയ്ക്കിടയ്ക്കൊന്ന് നോക്കിയാൽ മതി. നമുക്കിനി പൂരിയുടെ മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും സോഫ്റ്റ്നെസ് കുറച്ചാണ് ഞാൻ പൂരിക്കുള്ള മാവ് കുഴച്ചെടുക്കാറുള്ളത് കേട്ടോ. ഞാൻ പേടിച്ചുപോയി. പുറകിൽ ഒരാൾ വന്നിട്ട് ഒരു ആപ്പിൾ എന്താണ്ട് കൊണ്ടുവന്നതാണ്, കൂട്ടുകാരി കൊടുത്തു എന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കഴിക്കാൻ. ഈ നടപ്പ് നടക്കുന്നത് കണ്ട് ഏതോ കൂട്ടുകാരി കഴിക്കാൻ കൊടുത്ത സാധനം അത് കൊണ്ടുവന്ന് എനിക്ക് തരുന്നു. അങ്ങനെ ഞാൻ ഓടിച്ചു, കൊണ്ടുവച്ചോ, എപ്പോഴാണെന്ന് വെച്ചോ എടുത്ത് കഴിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ പുതുതായിട്ടൊരു 3-4 സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് പറയുവാണ്. അമ്മ കേബിളിൻ്റെ പിരിവിനാണ് കേട്ടോ പോകുന്നത്. കൊച്ചുപപ്പ കേബിൾ ഓപ്പറേറ്ററാണ്. അപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ അമ്മ പോവും, എന്നിട്ടൊരു 7 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചു വരും. പൂരിക്കുള്ള മാവൊക്കെ റെഡിയായി കഴിഞ്ഞ് ബാക്കി വെള്ളവും കുടിച്ച്, എന്തോ ചൂടല്ലേ, പ്രത്യേകിച്ച് ഈ പൂരിയൊക്കെ പരത്തി ചുട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് ചൂടാവും.
എനിക്ക് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഇനി യൂട്യൂബിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഈ കിച്ചണിൽ ഞാനൊരു ഫാൻ പിടിപ്പിക്കും. ഇത്തിരി കാറ്റൊക്കെ കൊണ്ട് ജോലി ചെയ്യാം. ഈ ജനൽ തുറന്നിട്ടാൽ കാറ്റ് വരും, പക്ഷേ തീ അണഞ്ഞു പോകും. ഗ്യാസ് ഓൺ ചെയ്ത് വെക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞ് ഫാനെങ്കിൽ ഇതിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് പിടിപ്പിക്കണം. ഈ ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോഴേ ഉരുകി തുടങ്ങും. അപ്പോൾ ഇതിന് വേണ്ട പൊടികളൊക്കെ നമുക്കിത് ഈ ഒരു സ്പേസിൽ തന്നെ ഉണ്ട്. എല്ലാം ഇവിടെ നിന്ന് എടുത്താൽ മതി. ഈ സെറ്റപ്പ് കൊണ്ട് ആകെയുള്ളൊരു നേട്ടം അതാണ്. മഞ്ഞൾപ്പൊടി, ഇത്തിരി കുരുമുളക് പൊടി, ഇത്തിരി ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടി, എരിവിന് സാദാ മുളക് പൊടി കുറച്ച്, പിന്നെ കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി എടുക്കാൻ പോണതിന് മുമ്പേ നമ്മുടെ IPLൻ്റെ സംഭവങ്ങളൊക്കെ തുടങ്ങാനായിട്ട് അവിടുത്തെ നാഷണൽ ആന്തം വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തീ ഓഫ്. സ്കൂളിൽ കുട്ടികളുടെ അടുത്തൊക്കെ ഈ അസംബ്ലിയൊക്കെ നടക്കുമ്പോൾ നാഷണൽ ആന്തം അവിടെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുന്നെങ്കിൽ ഓടി വരരുത്, അവിടെ നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളതൊക്കെ മാനിക്കാതിരിക്കുന്നത് മോശമല്ലേ? അതൊന്നും കൊണ്ട് മാത്രമല്ല, പാട്രിയോട്ടിസം ഇസ് സംതിങ്, അത് ഉള്ളിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അപ്പോൾ ഇതേ കാശ്മീരി മുളക് പൊടി ഇട്ടു, പിന്നെ കുറച്ച് കസൂരി മേത്തിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചിക്കി കുഴച്ചിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് തക്കാളി ആഡ് ചെയ്യാം. സ്കൂൾ വാൻ ഉണ്ടല്ലോ, സെക്കൻഡ് ട്രിപ്പ് വരുന്നത് എപ്പോഴും അസംബ്ലി തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ പിള്ളേർ ഇറങ്ങി ഇങ്ങ് ജോയിൻ ചെയ്ത് ചേട്ടൻ ആ വണ്ടി തിരിക്കുന്ന സമയമാകുമ്പം ഞങ്ങൾ നാഷണൽ ആന്തം ഓൺ ചെയ്യും. അത് ഞാൻ ബ്ലൂടൂത്ത് സ്പീക്കറിൽ ഇട്ടിട്ടാണ് കേട്ടോ അസംബ്ലിയിൽ പാടിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർ പാടുമ്പോൾ ദ്രാവിഡ വങ്കട എന്നൊക്കെ പാടുന്നത് കേട്ടിട്ട് അത് അവർ കറക്റ്റായിട്ട് പാടാൻ വേണ്ടിയിട്ടാണ് അതിട്ടിട്ട് അതിൻ്റെ കൂടെ പാടിക്കുന്നത്. പിന്നെ ഇത് ആക്ച്വലി ഒരു 52 സെക്കൻഡ്സിനുള്ളിലാണ് പാടേണ്ടത്. അതിൻ്റെ ഒരു ടൈമിങ്ങും ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ അങ്ങനെ പാടിക്കണം. അപ്പോൾ ഞാൻ അവിടെ തക്കാളി ആഡ് ചെയ്തു. തക്കാളി ഒന്ന് വെന്ത് വരണമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ട് തേങ്ങയും കുറച്ച് കാഷ്യൂ നട്ട്സും ഉള്ളത് മൊത്തം ഞാനങ്ങ് തട്ടിയിട്ടു. കുറച്ച് തൈര്, ഇത്തിരി കസ്കസ് കശകശ അതും ഇട്ടു. വേറൊന്നും ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലപോലെ നേർപ്പിച്ചങ്ങ് അരച്ചെടുക്കാം. അല്ലെങ്കിലും തേങ്ങ തിരുകേണ്ട ടൈം ആകുമ്പോഴത്തേക്ക് എൻ്റെ തിരുകുന്ന മെഷീൻ എവിടെന്നെങ്കിലും കറക്റ്റായിട്ട് എത്തും. അങ്ങനെ ഈ അരച്ച കൂട്ട് കറിയിലേക്ക് ആഡ് ചെയ്തു. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് അങ്ങനെ നീണ്ടു പോയാൽ അത് പിരിഞ്ഞിരിക്കും. അപ്പോൾ അതുകൊണ്ട് ജാറ് കഴുകി ഒരു സ്വല്പം വെള്ളം കൂടെ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊരു കുഴഞ്ഞ പരുവത്തിലിരിക്കണം. അതാണ് പൂരിക്കൊക്കെ കഴിക്കാനായിട്ട് നല്ലത്. ഇനി അത് അടച്ച് വെച്ച് ഒന്ന് തിളയ്ക്കണ സമയം കൊണ്ട് നമുക്ക് എഗ്ഗ് പൊളിച്ചെടുക്കാം. എഗ്ഗ് ഇതിനകത്തേക്ക് ഞാൻ മുറിച്ചാണ് കേട്ടോ ഇടുന്നത്, കാഴ്ചയ്ക്കൊരു ഭംഗിക്ക്. അതങ്ങനെ വേണമെന്നൊന്നുമില്ല. ചിലവരിങ്ങനെ കുറച്ച് വരയൊക്കെ ഇട്ടിട്ടിടത്തില്ലേ, അതിനകത്ത് നല്ലപോലെ മസാലയൊക്കെ പിടിക്കാനായിട്ട്. അങ്ങനെ എഗ്ഗൊക്കെ പൊളിച്ച് അത് ഇങ്ങനെ മുറിച്ച് കഷ്ണങ്ങളാക്കി. ഇനി ഈ കറിയുടെ മീതേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, കുറച്ചും കൂടി കസൂരി മെത്തി ഇട്ട് കൊടുക്കാം. ഇത് ഒരു പീസ് ബട്ടറാണ് കേട്ടോ, കുറച്ച് ടേസ്റ്റ് ഒന്ന് എൻഹാൻസ് ചെയ്യാനായിട്ട് ഒരു പീസ് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച എഗ്ഗ് ഇതിന് മീതയായിട്ട് നിരത്തി വെച്ചിട്ട് അടച്ചു കഴിഞ്ഞാൽ തീ വേണമെന്നില്ല, ആ ചൂടിൽ എഗ്ഗ് അങ്ങ് ഈ മസാലയൊക്കെ ആയിട്ട് സിങ്ക് ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, സ്കൂൾ വാൻ ഓടിക്കുന്ന ചേട്ടനില്ലേ, അതിങ്ങനെ സെക്കൻഡ് ട്രിപ്പ് വരുമ്പോഴായിരിക്കുമല്ലോ ഇവിടെ അസംബ്ലി നടക്കുന്നത്. അപ്പോൾ വാൻ തിരിച്ച് ഷെഡിൽ കയറുന്നത് വരെ നമുക്കങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ നാഷണൽ ആന്തം തുടങ്ങും. ആ ചേട്ടൻ എങ്ങനെയാണോ ആ വണ്ടി നിർത്തിയേക്കുന്നത് അപ്പോൾ തന്നെ വണ്ടി ഓഫ് ചെയ്യും. അപ്പോൾ പുള്ളി പോലും അത് അത്ര കാര്യമായിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ആ ഒരു ആക്ട് ഓഫ് ഹിം. അത് ഞാൻ എടുത്തു പറയുന്നത്, നമ്മുടെ ഈ പിള്ളേരെ ഡ്രോപ്പ് ചെയ്യാൻ വരുന്ന പേരൻസ് പോലും അത് കീപ്പ് ചെയ്യാറില്ല. അവർ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇങ്ങനെ ബാക്കിൽ നിന്ന് ഒരു ഉന്ത് വെച്ച് കൊടുക്കും, ഓടിപ്പോയി അസംബ്ലി ലൈനിൽ നിൽക്കാനായിട്ട്. ചിലർ വണ്ടി അപ്പോഴും തന്നെ ഇങ്ങനെ നാഷണൽ ആന്തം നടക്കുമായിരിക്കും, തിരിച്ച് പിടിച്ച് എടുത്തൊക്കെ പോകുന്നത് കാണാം, ഓട്ടോ ചേട്ടന്മാർ ഉൾപ്പെടെ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരാൾ ചെയ്യുന്നത് അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യമാണല്ലോ. ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ചു. എന്നിട്ട് ആ ഗ്ലാസ്സിൽ മൂടി വെച്ചത് ചോപ്പറിൻ്റെ ബ്ലേഡാണ് കേട്ടോ, അതിന് നല്ല മൂർച്ചയുണ്ട്. ഒരു തവണ അത് കഴുകാൻ നേരം എൻ്റെ കൈ മുറിഞ്ഞു. അതിനുശേഷം അമ്മയോ ആരെങ്കിലുമൊക്കെ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുമ്പോഴത്തേക്ക് കൈ മുറിയുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെയാണ് അത് കഴുകി മൂടി വെക്കാറുള്ളത്, എന്തെങ്കിലും കൊണ്ട് അടച്ചു വയ്ക്കും. എന്നിട്ട് ഇതേ ഒരു ചെറിയ പാത്രത്തിൽ ഇത്തിരി എണ്ണയും കൂടി എടുത്തിട്ട് പൂരിയൊക്കെ പരത്താൻ തുടങ്ങി. എപ്പോഴും ഈ പാത്രത്തിൽ എണ്ണ ബാക്കി വരും. അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ മനസ്സിൽ അത് വരരുതെന്ന് വിചാരിച്ചിട്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഒരു ഉരുള നമ്മൾ പരത്തുന്ന ആ എണ്ണ അതിൻ്റെ അകത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുമല്ലോ റോളറിലും ഇതിലുമൊക്കെ. അപ്പോൾ അത് മതി അടുത്തതൊരെണ്ണം പരത്താനായിട്ട്. മാക്സിമം അങ്ങനെ എണ്ണ കുറച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ഇത് മൊത്തം എണ്ണയുടെ കളിയാണ്, എവിടെയൊക്കെ എണ്ണ കുറയ്ക്കാൻ പറ്റുമോ അവിടെയൊക്കെ എണ്ണ കുറഞ്ഞിരിക്കട്ടെ. അങ്ങനെ പരത്തി തീർന്നപ്പോഴത്തേക്ക് മിഷൻ സക്സസ്. ഒരു തുള്ളി എണ്ണ പോലും എൻ്റെ ഇല്ല. ഇനി നമുക്ക് ഈ ബോർഡും റൗണ്ടും ഒക്കെ കഴുകിയെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ കയ്യിലെ എണ്ണയും പോകുമല്ലോ. കറി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്, ഗ്യാസിൻ്റെ അവിടെ സൈഡിലായിട്ട് എടുത്ത് വെച്ചു. ഇനി നമുക്ക് ഭൂരി ഉണ്ടാക്കാം. അപ്പോൾ ഭൂരി ഉണ്ടാക്കാനായിട്ട് ഞാൻ അലുമിനിയം ചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചു. അതിലേക്ക് ഒരുപാട് സൺഫ്ലവർ ഓയിൽ വേണം. നമ്മുടെ കുപ്പി അടിപൊളിയാണ്, എണ്ണ കുറച്ച് ഉപയോഗിക്കാൻ പറ്റിയതാണ്. കുറേ നേരം ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിന്നാലേ ഭൂരിയൊക്കെ പൊരിക്കാനുള്ള ആവശ്യത്തിന് എണ്ണ കിട്ടത്തുള്ളൂ. മുൻപ് ലില്ലിയംച്ചിയുടെ അടുത്തൊക്കെ നമ്മൾ ഈ കുപ്പിയിൽ അല്ലാത്ത കുപ്പിയിൽ എണ്ണയൊക്കെ വെക്കുമ്പോഴത്തേക്ക് അതെടുത്ത് ചരിക്കുമ്പോൾ ഒരുപാട് എണ്ണ യൂസ് ചെയ്യും. ഇത് തിരിച്ച് അപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചൂടെണ്ണ തിരിച്ച് ഒഴിക്കാനായിട്ട് ഒരു മെനക്കേടല്ലേ, അതങ്ങനെ ചെയ്യത്തില്ല. അങ്ങനെ നോക്കിയാൽ എൻ്റെ ഈ എണ്ണക്കുപ്പി അടിപൊളിയാണ്. പക്ഷേ ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ, കുറച്ച് നേരം നിൽക്കാനേ, അപ്പോൾ ആവശ്യത്തിനുള്ളതല്ലേ ഉപയോഗിക്കത്തുള്ളൂ. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ വേണം കേട്ടോ പൂരി ഇട്ട് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ പൊന്തി വരത്തില്ല. നല്ല തീ വേണം.
പക്ഷേ ഇടയ്ക്ക് തീ കുറയ്ക്കുകയും വേണം. സൈഡ് മുരിയുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒന്ന് കരിഞ്ഞു തുടങ്ങിയാൽ തീ ഒന്ന് കുറയ്ക്കണം. ഇത് കണ്ടില്ലേ, ഇങ്ങനത്തെ പാച്ചസ് പൂരിയിൽ വന്നില്ലെങ്കിൽ ഇവിടെ ആലനും കുക്കുവും പറയും വെന്തിട്ടില്ല, ഞാൻ വെറുതെ മുക്കിയെടുത്തു എന്ന്. ആ പാച്ചസാണ് അവരുടെ ഒരു വേവിൻ്റെ കണക്ക്. അവരുടെ മാത്രമല്ല, അങ്ങനെ വരണം. ഈ രീതിയിൽ പാച്ചസ് വരുമ്പോഴാണ് അത് അത്ര നല്ല വെന്തതാവുന്നത്. അങ്ങനെ ഭൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞു. അതിന് ഈ വലിയ ഹോട്ട് പോട്ട് തന്നെ വേണം. സാധനം ഇത്രയേ ഉള്ളൂ എങ്കിലും നമ്മുടെ കുഞ്ഞു പോട്ടിൽ ഇരിക്കത്തില്ല, നല്ല പൊന്തിയിരിക്കുന്നതല്ലേ. പൂരിയും കറിയും ഒക്കെ ഞാൻ ഇപ്പുറത്തേക്ക് എടുത്ത് മാറ്റി വെച്ചു. ഇവിടെ നിന്നാണ് പ്ലേറ്റ് ചെയ്യാൻ എളുപ്പം. പിന്നെ എനിക്ക് ഇവിടെ വെച്ച് പ്ലേറ്റ് ചെയ്യുന്നത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാനും ഒരുപാട് ഇഷ്ടമാണ്. ഈ ലൈറ്റ്സും ആ പുറകിലെ ഗ്രീനും വൈറ്റും വുഡനും എല്ലാ കളേഴ്സും ഒക്കെ വരുന്നതുകൊണ്ട്. എന്നിട്ട് ഇനി ആകെ കഴുകാനുള്ളത് നമ്മൾ മാവ് കുഴച്ച ഒരു പാത്രം മാത്രമാണ്. അത് ഇത്ര നേരം ഇരുന്നതുകൊണ്ട് തന്നെ മാവൊക്കെ അതിൻ്റെ അവിടെ ഇവിടെയൊക്കെ അറ്റത്തൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അത് സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ടാണ് ഞാൻ കഴുകുന്നത്. സ്റ്റീൽ സ്ക്രബ്ബർ ഞാൻ മിക്കപ്പോഴും ഇവിടെ വെക്കാറില്ല. അതിവിടെ ഇരുന്നാൽ അമ്മയ്ക്കൊരു ടെൻഡൻസിയാണ് എല്ലാം അത് വെച്ച് കഴുകാനായിട്ട്. നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ടപ്പേന്ന് പറഞ്ഞ് ഉരിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഞാനത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വയ്ക്കും. അടുത്തുണ്ടെങ്കിലേ അമ്മ അത് പെട്ടെന്ന് ഉപയോഗിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ യൂസ് ചെയ്യത്തുള്ളൂ. ആ തുടയ്ക്കുന്ന തുണി ഇട്ടിട്ട് പോയത് എത്ര ചരിഞ്ഞിരുന്നേനാണ് കേട്ടോ. ഇതിനെയാണ് OCD എന്ന് പറയുന്നത്. അത് നേരെ വെക്കണം എന്നുള്ള ഒരു കമ്പൽഷൻ ഉള്ളിൻ്റെ ഉള്ളിൽ. ഞാൻ ആ ഭൂരി പൊരിച്ച പാത്രത്തിന് അടപ്പെടുക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് അതെൻ്റെ ശ്രദ്ധയിൽ പെട്ടത്. അങ്ങനെ ചൂട് എണ്ണയോടിരിക്കുന്ന ആ പാത്രം ഇപ്പോൾ കഴുകാൻ പറ്റത്തില്ലല്ലോ. അതവിടെ വെച്ച് തിരിച്ചു വന്ന് കുറച്ച് നേരം സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും എനിക്ക് തലവേദന വരുന്നത് പോലെ തോന്നി. അങ്ങനെ ഞാൻ പിന്നെ ആ പോണിറ്റെയിലും കഴിച്ചിട്ടു. എപ്പോഴും പോണിറ്റെയിൽ കെട്ടിയാലും തലവേദന വരുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം, പക്ഷേ എനിക്ക് കംഫർട്ടാണ്. മണ്ട മേലെ കൊണ്ട കെട്ടാനുള്ള മുടിയൊന്നും ഇല്ലല്ലോ, അത് അത്രയും വളഞ്ഞ് വരത്തില്ല. ക്ലിപ്പ് വെച്ച് അപ്ഡൂ ചെയ്യുന്നതിനേക്കാളും എനിക്കിഷ്ടം അതാണ്. ഇവിടെ കളിക്കാൻ പോയപ്പോഴത്തേക്ക് ഇവന് ഒപ്പിച്ച കുരുത്തക്കേടൊക്കെയാണ് കേട്ടോ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അതും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ പഠിത്തമൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുത്തനെത്തി. പഴംപൊരി തിന്നാ എങ്ങനെ തിന്ന് അങ്ങനെ തിന്നാ ഡേയ് നിമ്മല ഉറങ്ങാൻ വിളിക്കുന്നെന്ന്. ഉറങ്ങുന്നില്ല എന്നും പറഞ്ഞിട്ടുള്ള ഇരിപ്പാണ്. ഇനിയിപ്പോൾ ഡിന്നർ കഴിക്കുമ്പോൾ കറി വിളമ്പി തരാനായിട്ടാണ് ഈ കാത്തിരിപ്പ്. പക്ഷേ കാത്തിരുന്ന് ആളങ്ങ് ഉറങ്ങിപ്പോയി. ഞാൻ ഈ സാറ്റർഡേ ഈവനിങ് വ്ലോഗ് എടുത്തിട്ട് അന്ന് തന്നെ അതിരുന്ന് എഡിറ്റ് ചെയ്ത് അതിന് ഓഡിയോയും കൊടുത്തു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എഡിറ്റിംഗ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് കുക്കുവും TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു ഗ്യാപ്പിൽ അവന് പ്രത്യേകിച്ച് ചെയ്യാനൊന്നും ഇല്ലാത്തതുകൊണ്ട് അവനങ്ങ് ഉറങ്ങിപ്പോയി. ഇതിപ്പോൾ കുക്കുവിന് കഴിക്കാനായിട്ടുള്ള എഡിറ്റിംഗ് ഒക്കെ തീർന്നു വന്നപ്പോഴത്തേക്ക് മണി 10 ആയി. അങ്ങനെ ഞാൻ കുക്കു സാറിന് അങ്ങ് വാരി കൊടുത്തു. ആലൻ ഇനി വരുമ്പോൾ കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടാണ് പാതിരാത്രി ഇരുന്ന് ഞാൻ ഓഡിയോയും ആഡ് ചെയ്യുന്നത്. അങ്ങനെ കുക്ക് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവനെ അമ്മേൻ്റെ അടുത്ത് പോയി കിടക്കാൻ പറഞ്ഞു കേട്ടോ. ന്യൂസ് ആയതുകൊണ്ട് തല അങ്ങനെ പൊക്കി വെച്ചിരിക്കുന്നതാണ്. അമ്മയും ഉറങ്ങിക്കൊണ്ടിരിക്കുക. ഞാൻ ഏതായാലും ഡിന്നറിൻ്റെ കൂടെ ന്യൂസൊക്കെ കണ്ടൊന്ന് ഞെട്ടാന്ന് കരുതി. കുക്ക് പക്ഷേ ഉറങ്ങത്തില്ല കേട്ടോ. അവൻ ഉറങ്ങണമെങ്കിൽ എൻ്റെ അടുത്ത് കിടക്കണം. ഇനി ഞാൻ എപ്പോൾ കിടക്കുന്നു അപ്പോഴേ കിടക്കത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്. ബൈ.